ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കിവിടെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. നമ്മളെ കടയിലാണെങ്കിലും സെയിലാണെങ്കിലും ഒക്കെ റാഹത്താണ്. അപ്പോൾ എന്തൊക്കെ നിങ്ങളൊക്കെ വരും നിങ്ങൾക്ക് സുഖമല്ലേ? പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ. നമ്മളെ കടയിൽ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് നമ്മളെ തിരുമ്പണ ലിക്വിഡാണ് കേട്ടോ. ഇത് 4 ഫ്ലേവറിലുണ്ട്. 5 ലിറ്ററിൻ്റെ ഉണ്ട്, 1 ലിറ്ററിൻ്റെ ഉണ്ട്, 2 ലിറ്ററിൻ്റെ ഉണ്ട്. നാല് ഫ്ലേവറായിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ പിന്നെ ബോട്ടിൽ കാണുമ്പോൾ തന്നെ ബോട്ടിൽ പുറത്തുനിന്ന് കാണുന്ന ചുരുക്ക പോലെ തന്നെ ഉള്ളിൽ നല്ല ചുരുക്കാണ് കേട്ടോ. തിരുമ്പണ നല്ല പതിയുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. നമ്മളിതേക്ക് ഒഴിക്കണ പിന്നെ കംഫർട്ടിൻ്റെ ആവശ്യം എന്തിനാണ്? കാരണം അത്രയ്ക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഇത് പിന്നെ മെഷീനിൽ ഒഴിക്കാൻ മാത്രമല്ല കേട്ടോ. കാരണം നമ്മൾ തിരുമ്പുമ്പോൾ ഒക്കെ ബക്കറ്റൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തിരുമ്പില്ല, സർഫൊക്കെ ഇട്ടിട്ട് തിരുമ്പില്ല. അപ്പോൾ അരമണിക്കൂറൊക്കെ ഇട്ടിച്ച് നമ്മളിട്ട് തിരുമ്പി നല്ല പതിയുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ ബക്കറ്റിലൊക്കെ പാരുമ്പോഴേ തോനൊന്നും പാരാൻ പറ്റൂല കേട്ടോ. തോനെ പാർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത പോയി കിട്ടാൻ വലിയ പണിയേക്കാരം. കാരണം ഇത് 1-2 അടുപ്പ് അത്രേ പാരാൻ പറ്റുള്ളൂ. ഇതിലേറെ പാർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നോക്കി പാരുക. പിന്നെ ഇത് ഫാബ്രിക്കിൻ്റെ കേട്ടോ. നമ്മൾ സ്മെല്ലിൽ പാരുന്നതാണ് കംഫർട്ട്. അപ്പോൾ ഈ ഫാബ്രിക് കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് 2 ഫ്ലേവറിലുണ്ട്. പിന്നെ നീലയുണ്ട്, പിങ്കിൻ്റെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 2 ലിറ്ററിൻ്റെ തിരുമ്പണതാണ്. അപ്പം സ്മെല്ലിന് ഇത് വേണമെന്നില്ല, എന്നാലും ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ. പിന്നെ ടോയ്ലറ്റ് ക്ലീനറാണ്. നല്ല ഇതാണ് കേട്ടോ. നല്ല കൊണ്ടുപോയിട്ട് ആൾക്കാരൊക്കെ നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മിസ്ക എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. നമ്മളത് കമ്പനിൻ്റെ ഫസ്റ്റ് മിസ്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്നത് മറ്റേ ഫസ്കിൻ്റെത് നമ്മൾ കുറച്ച് കട്ടി കൂടുതലുള്ളതാണ്. ഇത് കുറച്ച് കട്ടി കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ടോയ്ലറ്റ് ക്ലീനർ 5 ലിറ്ററിൻ്റെ ഉണ്ട്, ഫെനോയിലുണ്ട്, അതേപോലെ പിന്നെ അലക്കണത് അത് ഹാൻഡ് വാഷും ഡിഷ് വാഷും ഒക്കെ ഉണ്ട് കേട്ടോ. 5 ലിറ്ററിൻ്റെ. പിന്നെ ഇത് ഫ്ലോർ ക്ലീനറാണ് കേട്ടോ. ഇത് 1/2 ലിറ്ററിൻ്റെ ഉണ്ട്, 1 ലിറ്ററിൻ്റെ ഉണ്ട്. അതേപോലെ ഫെനോയിലുണ്ട്, ക്ലോറക്സ് ഉണ്ട്. പിന്നെ 1/2 ലിറ്ററിൻ്റെതും 1 ലിറ്ററിൻ്റെതും ഒക്കെ ഉണ്ട്. ക്ലോറക്സ് ആയാലും പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട്. ഹാൻഡ് വാഷ് 5 ലിറ്ററിൻ്റെതും ഉണ്ട് എന്നുള്ളത്. ഹാൻഡ് വാഷ് 7 ഫ്ലേവറിലായിട്ടുള്ളത്. ഇനി നമ്മൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ 7 ഫ്ലേവറിൽ നമുക്ക് നിലവിലുള്ളത്. ഒക്കെ നല്ല സ്മെല്ലുകളാണ് കേട്ടോ. ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല സ്മെല്ലുകളാണ്. ഇത് ഡിഷ് വാഷാണ് കേട്ടോ. 500-ൻ്റെ 1 ലിറ്ററിൻ്റെ ഉണ്ട്. നമ്മൾ പാത്രം കഴിക്കുന്നത് അതാണിത്. നല്ല പതിയതൊക്കെ ഉള്ളത് തന്നെയാണ്. നല്ല നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുപോലത്തെ സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടല്ലോ. ഗൾഫിൽ നിന്ന് നല്ല നാരങ്ങൻ്റെ ഇതുള്ള ഉണ്ടല്ലോ, അതാണിത് കേട്ടോ. അങ്ങനത്തെയാണ്. അപ്പോൾ അത് 5 ലിറ്ററിൻ്റെതും ഉണ്ട്, 1 ലിറ്ററിൻ്റെതും ഉണ്ട്, 1/2 ലിറ്ററിൻ്റെതും ഉണ്ട്. നല്ല ഫെനോയിലും ഒക്കെ 5 ലിറ്ററിൻ്റെ ഉണ്ട്, 1 ലിറ്ററിൻ്റെ ഉണ്ട്, 1/2 ലിറ്ററിൻ്റെ ഉണ്ട് കേട്ടോ. ഇതാ കുളിച്ചുന്ന സോപ്പ് പല ഐറ്റത്തിലുള്ള സോപ്പുകളുണ്ട് കേട്ടോ. പല ഐറ്റത്തിലുള്ള സോപ്പുകളുണ്ട്. ഇങ്ങനത്തെ ഉണ്ട്, ലെമൺ ഉണ്ട്, സിയ ഉണ്ട്. സിയന്നെ പല ഫ്ലേവറിലുള്ളതുണ്ട് കേട്ടോ. അതേപോലെ ക്യൂട്ടി ഉണ്ട്, പല ഫ്ലേവറിലുള്ളതുണ്ട്. ഡോഡക്ക് ഉണ്ട്, പല ഫ്ലേവറിലുള്ളതുണ്ട്. ഇതല്ലാത്ത വേറെ സോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ നമ്മൾ കമ്പിച്ചണ്ടി ഉണ്ടല്ലോ, പാത്രം കഴുകണ കമ്പിച്ചണ്ടി, കുടുക്കളൊക്കെ ഇറക്കാൻ പറ്റിയ ചണ്ടി, ഇങ്ങനത്തെ ചണ്ടികളുണ്ട്. പല ഐറ്റത്തിലുള്ളതുണ്ട് കേട്ടോ. ഇതാ ഇതുണ്ട്, വലിയ ഐറ്റത്തിലുണ്ട്, ചെറിയ ഐറ്റത്തിലുള്ളതുണ്ട്, ഇതേപോലത്തെ ഉണ്ട്, പല കളറിൽ ഉള്ളതുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇതാ പിയേഴ്സ് സോപ്പ് ഇതാണ്ടോ, കുറച്ച് കട്ടി കൂടുതലുള്ളതാണിത്. പിന്നെ അതിൻ്റെ കട്ടി കുറഞ്ഞതുണ്ട്, 2 കളറിലുള്ളതുണ്ട്. ഇതിലും കട്ടി കുറഞ്ഞുള്ളതുണ്ട്. പിന്നെ അതേപോലെ കണ്ടോ, ഇത് കുറച്ചുകൂടി കട്ടി കുറവുള്ളതാണ്. ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ച് കട്ടി കുറവുള്ളതാണ്. ഇതിലും കട്ടി കുറവുള്ളതാണ്. 2 കളറിലുള്ളതുണ്ട്, അതിൽ വേറേണ്ടതുണ്ട്. അതേപോലെ കളറുള്ള സോപ്പുകളുണ്ട് കേട്ടോ. ഇതേപോലത്തെ പല കളറിലുള്ള നല്ല സോപ്പുകളാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മളൊക്കെ ഉപയോഗിക്കണതാണ് ഇതൊക്കെ. ഇതേപോലെ പിന്നെ പാത്രം കഴുകണ ഡിഷ് ഇതുണ്ടല്ലോ, കട്ട ബാറുണ്ടല്ലോ, അതുണ്ട്. 4 കിട്ടുന്നതുണ്ട്, അതുണ്ടോ. അതേപോലെ നമ്മൾ പിന്നെ വെണ്ണൂറൊക്കെ ഇട്ട് കഴുകൂലേ. ഇപ്പോൾ ആരും വെണ്ണൂറിട്ടൊന്നും കഴുകലുണ്ടാവില്ല. ഒക്കെ ഇപ്പോൾ ഗ്യാസും എല്ലാവരും പരിപാടി. അപ്പോൾ അതിനുള്ള ചാര സോപ്പാണ് കേട്ടത്. അതിനൊക്കെ കരിയും അതേപോലെ കറ പൊളിച്ചതൊക്കെ പോകുമെന്നാണ് പറഞ്ഞത്. അതേപോലെ എയർ ഫ്രഷ്നറാണിത്. ഇതുപോലെ സ്മെല്ലുള്ളവല്ലോ ഉണ്ട് കേട്ടോ. നമുക്ക് ബാത്റൂമൊക്കെ അതേപോലെ വണ്ടിയിലും അതേപോലെ നമ്മളെ റൂമിലൊക്കെ വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതിൻ്റെത്. അതേപോലെ
മുമ്പ് ഇതാക്കുന്ന ചണ്ടി ഇതാ അതുണ്ട്, 2 ഐറ്റത്തിലുണ്ട്. അമ്മച്ചത്തിൻ്റെതുണ്ട്, വേറെ ഐറ്റം ഉണ്ട്. അങ്ങനെ 2 ഐറ്റത്തിലുള്ളതുണ്ട് കേട്ടോ. ഇത് കമ്പിച്ചണ്ടി തന്നെ 2 ഐറ്റത്തിലുള്ളതുണ്ട്, വലിയതുണ്ട് ചെറുതുണ്ട്. പിന്നെ നമ്മൾ തിരുമ്പണ സോപ്പ് ഉണ്ടല്ലോ അതുണ്ട്, 2 ഐറ്റത്തിലുള്ള തിരുമ്പണ സോപ്പും ഉണ്ട്. പിന്നെ നമ്മളെ തുടപ്പുണ്ട് കേട്ടോ, 4 ഐറ്റം തുടപ്പുകൾ വന്നിട്ടുണ്ട്. കോലും ഉണ്ട് കേട്ടോ, തുടപ്പിൻ്റെ കോലും ഉണ്ട്, തുടപ്പച്ചക്കറിൽ അതിൻ്റെ കോലും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പറയാം. അപ്പോൾ നമ്മളെ കടയിലേക്ക് എല്ലാവരും വരി, ഇവിടെ അറിയണവരൊക്കെ നമ്മളെ കടയിലേക്ക് വരി. അല്ല നിങ്ങൾക്ക് പിന്നെ കടയിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് നിങ്ങൾ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കടകളുണ്ട് കേട്ടോ. ആ കടകളിൽ കൊടുക്കുന്നുണ്ട്. ഏത് കടകളാണ് ഏത് ഭാഗത്താണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുകൊണ്ടു. നിങ്ങൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞേണ്ടേ ഏത് ഭാഗത്തേക്കൊക്കെയാണ്, ഏത് കടയിലൊക്കെയാണ് കൊടുക്കണമെന്ന്, ഏത് കടയിലൊക്കെയാണ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞേണ്ടേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് ഭാഗത്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞേണ്ട കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണ് അറിയേണ്ടത്, എന്താണ് അറിയേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തെങ്കിൽ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അതിനുള്ള മറുപടി ഞാൻ തരണ്ടേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ജീവിതമാർഗ്ഗം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.